ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ മൂന്നാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിൻ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. ടോമിയുടെ അമ്മ പറഞ്ഞ പയ്യൻ ആരാണെന്ന് നോക്കിയാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയായിരിക്കും. ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയതും ചത്താലും കല്യാണത്തിന് റെഡിയല്ലെന്ന് അവർ പറയും. ഹീറോയുടെ അമ്മ ഫിലിപ്പീൻസും അച്ഛൻ അമേരിക്കനുമാണ്. അതുകൊണ്ട് അവൻ അമേരിക്കൻ സിറ്റിസൺ ആയി. ഹീറോയോട് ടോമിയുടെ അമ്മ എത്ര പറഞ്ഞിട്ടും ഇവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് ഡേ ടോമിയുടെ അമ്മ വീൽ ചെയറിൽ വരുന്ന ഒരു കിളവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവരാണ് എനിക്ക് ഒരു വർഷം ഹസ്ബൻഡ് ആയിട്ടിരുന്ന് ഗ്രീൻ കാർഡ് വാങ്ങി തന്നത്, അതേപോലെ നിനക്കും ഒരു വർഷം ഹസ്ബൻഡ് ആയിട്ടിരുന്ന് കാർഡ് വാങ്ങി തരുമെന്ന് പറഞ്ഞ് എല്ലാം സംസാരിച്ച് സെറ്റാക്കി അവരെ തിരികെ പറഞ്ഞു വിട്ടതും അവര് പോയ വഴി തന്നെ ഇടിഞ്ഞു താഴെ വീണ് അപ്പോഴേ പാതി കാറ്റ് പോയി മേലേക്ക് എടുക്കേണ്ട പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ലിയയ്ക്കും ടോമിയുടെ അമ്മയ്ക്കും ഇനി എവിടെ പോയി വേറെ പയ്യനെ തേടും, എന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതേപോലെ ഇവിടെ ഹീറോ വർക്ക് കഴിഞ്ഞ് തിരികെ വരുമ്പോ അവന് ചില ഗുണ്ടകൾ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നാണ് അവൻ പണം വാങ്ങിയിരുന്നത്. ഇപ്പോ തിരിച്ചു കിട്ടാതായപ്പോ മറിഞ്ഞിരുന്ന് പിടിച്ചടിച്ച് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയും ഞാൻ എങ്ങനെയെങ്കിലും കടം തിരിച്ചു തരാം, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചടിച്ച് അവന്മാരെ നിലത്തിട്ടിട്ട് അവൻ ഓടിക്കളയും. വീട്ടിലേക്ക് വന്നതും അവൻ ചിന്തിക്കുവാണ്, ലിയയെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ടോമിയുടെ അമ്മയും എനിക്ക് വേണ്ടി നിറയെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ചെറിയ വയസ്സിൽ നടന്നതൊക്കെ അവൻ ഓർക്കാൻ തുടങ്ങി. അപ്പൊ അവൻ അമ്മയുടെ കൂടെ അവന്റെ അച്ഛനെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഇവരോട് എത്ര ക്യാഷ് വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്തിനു ക്യാഷ് ചോദിക്കണം, കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, മോനും നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോ കുട്ടി ഹീറോയും അതേ പപ്പ, എന്താ ഇത്ര നാളെ എന്നെ കാണാൻ വരാതിരുന്നതെന്ന് സ്നേഹത്തോടെ ചോദിക്കുവാണ്. അതിന് അവര് ദേഷ്യപ്പെട്ടിട്ട് അമ്മയോട് ചോദിക്കും, എന്നെ അച്ഛാന്ന് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഞാനൊന്നും ഇവന്റെ അച്ഛനല്ല, എനിക്കിപ്പോ ഒരു ഫാമിലി ഉണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് പോയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാൻ നോക്കുവാണ്. സ്വന്തം അച്ഛൻ തന്നെ അവനെ മകനല്ലെന്ന് പറഞ്ഞതും ഇത് അവന് കേട്ട് വളരെ ഫീൽ ആകുന്നുണ്ട്. അയാളുടെ ഇപ്പോഴുള്ള മകൻ വന്ന് ഇതെല്ലാം ആരാ അച്ഛ എന്ന് ചോദിച്ചാല് അയാൾക്ക് അറിയാത്ത പോലെ വഴി ചോദിച്ചു വന്നതായിരിക്കും, എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കും. ഹീറോയുടെ അമ്മയുടെ ഫ്രണ്ടാണ് ടോമിയുടെ അമ്മ. അവരിതെല്ലാം പറഞ്ഞ് അവൻ നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു, അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് വായിൽ വന്ന തെറിയൊക്കെ പറയാൻ തുടങ്ങി. ടോമിയുടെ അമ്മ ഹീറോയുടെ അമ്മയെ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. അവര് പോയതും പെട്ടെന്ന് അവന്റെ അമ്മ നിർത്താതെ ചുമക്കാൻ തുടങ്ങി. ചുമച്ച് ഒരു ഘട്ടത്തിൽ മയങ്ങി താഴെ വീഴുന്നുണ്ട്. ഇവനും കരഞ്ഞുകൊണ്ടേ അമ്മ അമ്മ എന്ന് കുലുക്കി വിളിക്കും. പക്ഷെ അമ്മ എഴുന്നേൽക്കുന്ന പോലെയില്ല. വേഗം തന്നെ അവൻ ടോമിയുടെ അമ്മയെ വിളിച്ച് പറയുവാണ്. പിന്നീടാണ് അറിയുന്നത് അവന്റെ അമ്മയ്ക്ക് നടന്ന വിഷയങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന്. പാവം നമ്മുടെ ഹീറോയും ഇനി അവൻ ആരില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ടോമിയുടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ടോമിയുടെ അമ്മ അടുത്ത് വന്ന് അവനെ സമാധാനപ്പെടുത്തി പിന്നീട് അവന്റെ ഒരു അമ്മയെ പോലെയാണ് ഇത്ര നാള് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഓർത്ത് നോക്കിയ ഹീറോയും കല്യാണത്തിന് ഓക്കെ പറയാമെന്ന് തീരുമാനിക്കും. നെക്സ്റ്റ് ഡേ ഹീറോയിനെയും അമ്മയെയും കണ്ടിട്ട് ഇവളോട് എന്നോട് കെഞ്ചാൻ പറയും, എന്നാലേ ഞാൻ ഓക്കെ പറയൂ എന്ന് ഹീറോയിനെ കൊണ്ട് കെഞ്ചിപ്പിക്കുന്നുണ്ട്. ഈ നാട്ടില് ഹസ്ബൻഡ് ആയിട്ട് ഒരാളെ അഭിനയിക്കാൻ കിട്ടണമെങ്കിൽ ക്യാഷ് കൊടുക്കണം, അതുകൊണ്ട് അവനും ലിയോയുടെ ഹസ്ബൻഡ് ആയിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 1,00,000 രൂപ ക്യാഷ് തന്നാലേ ഞാൻ അഭിനയിക്കുമെന്ന് അവൻ പറയും. ലിയും അത്രയൊന്നും എന്റെ കയ്യിലില്ല, കൂട്ടിയും കിഴിച്ച് ഒരു 30,000 രൂപ തരാമെന്ന് പറഞ്ഞാലേ എന്നാൽ വേറെ ആളെ നീ നോക്കിക്കോ എന്ന് ഹീറോ പറയും. ഇവളും ശരി 40-45 എന്ന് അവനെ നോക്കി ലേലം വിളിക്കാൻ തുടങ്ങി. ടോമിയുടെ അമ്മ അവസ്ഥ മനസ്സിലാക്കി കൊടുത്ത് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഹീറോ ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, കുക്ക് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നത്, എല്ലാ ജോലിയും അവള് തന്നെ ചെയ്യണം, അതും അനുസരണയുള്ള ഒരു വേലക്കാരിയെ പോലെ എന്ന് പറയും. ഹീറോയിനും ഇവനെ വിട്ടാലേ വേറെ വഴിയില്ലെന്ന് സമ്മതിക്കുന്നുണ്ട്. അടുത്തത് ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി എവിഡൻസിന് വേണ്ടിയുള്ള പണിയാണ്. ആദ്യം തന്നെ ഇവർ രണ്ടുപേര് ലവേഴ്സ് എന്ന പോലെ കാർഡ് കൊടുക്കുന്നവർക്ക് പ്രൂഫ് കാണിക്കാൻ വേണ്ടി ക്ലോസ് ആയിട്ടിരിക്കുന്ന ചില ഫോട്ടോസ് വേണം. അതിന് രണ്ടുപേരെയും ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുവാണ് അമ്മ. പക്ഷെ ടച്ചിങ് ചെയ്തുള്ള ഫോട്ടോ എടുപ്പൊന്നും പറ്റില്ലെന്ന് ഇവർ രണ്ടുപേരും വാശി പിടിക്കാൻ തുടങ്ങിയതും ഹീറോയോട് നിനക്ക് പണം വേണമെങ്കിൽ, ഹീറോയിനോട് നിനക്ക് ഗ്രീൻ കാർഡ് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുമെന്ന് അമ്മ പറയും. ശരി, ജസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം വേണ്ടി പോസ്റ്റ് ചെയ്താൽ മതിയെന്ന് രണ്ടുപേരെയും ക്ലോസ് ആക്കി ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുവാണ് അമ്മ. ഹീറോയിനും ഒരുമാതിരി നോക്കി വരുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനും എന്താടാ നീ നോക്കുന്നത്,
നോക്കുന്നേ, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞതും കണ്ണിൽ കരട് പോയതല്ലേ, അതിന് നിന്നെയാക്കി ആരാ നോക്കുന്നേന്ന് അവനും പറയും. അടുത്തത് ഫുഡില്ലാത്ത ഡിന്നർ സെറ്റ് ചെയ്ത് അവര് ചേർന്ന് റൊമാൻറ്റിക് ആയിട്ട് ഡിന്നർ കഴിക്കുന്ന പോലെ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നുന്നുണ്ട്. പിന്നെ കടം കൊടുക്കാനുള്ളവരും കൂടെ ഓടി വരുമെന്ന് ഓർത്ത് വരാത്ത റൊമാൻറ്റിക് ഒക്കെ വരുത്തി 32 പല്ലും കാട്ടി ഇളിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുവാണ്. നെക്സ്റ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത് പോലെ ഫീൽ ആയിട്ട് ഇമോഷണൽ ആയിട്ട് കരയുന്ന പോലെയൊക്കെ വളച്ച് വളച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലബില് ഇവര് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ ഫോട്ടോ എടുക്കാമെന്ന് കരുതി കൊളീഗ്സിന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോയാല് കൂടെയുള്ളവര് ആരാ നിങ്ങളിൽ ആദ്യം ലവ് തുറന്നു പറഞ്ഞതെന്ന് ചോദിക്കും. അതിന് ഇവര് രണ്ടുപേരുടെ ഈഗോ തലയ്ക്ക് ഉച്ചയ്ക്ക് കയറി ഇരിക്കുവല്ലേ. ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഇല്ല ഇവനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഇല്ല അവളാണ് ഫസ്റ്റ് പറഞ്ഞതെന്ന് കവളില് നുള്ളി നുള്ളി തല്ലു പിടിക്കാനായിട്ട് തുടങ്ങിയതും ടോമിയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഇനി വിട്ടാല് ഇവര് കുളമാക്കുമെന്ന്. അതുകൊണ്ട് എഴുന്നേറ്റ് പോയി ഇവരെപ്പോഴും ഇങ്ങനെയാ, ചെറിയ കുട്ടികളെ പോലെ തല്ലു പിടിച്ചോണ്ടിരിക്കും, സ്നേഹം കൊണ്ടാ വേറെ ഒന്നല്ല എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിനെയും തനിച്ച് വിളിച്ചു കൊണ്ടുപോയി ചീത്ത പറയും. ഇവരെ കുറച്ചു നാളെങ്കിലും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വേറെ വഴിയില്ലാതെ ഹീറോയും സമ്മതിക്കും. ഹീറോയിൻ അവന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും ഹീറോ ഓരോന്ന് പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് തൊടാൻ പറ്റില്ല എന്ന് നിറയെ റൂൾസുകളും കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിൻ വിശന്നിട്ട് ഒരു ബർഗർ കണ്ടതും അത് എടുത്ത് കഴിക്കും, പുറകെ വരാൻ പോകുന്ന അപകടങ്ങൾ അറിയാതെ. ഉടനെ ഹീറോ ഒരു ജാർ എടുത്തുകൊണ്ട് വന്ന്, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച ബർഗറാണ് നീ ഇപ്പോ കേറ്റിക്കൊണ്ടിരിക്കുന്നത്, സോ 100 രൂപയെങ്കിലും ഈ ജാറിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു കൊടുത്തതും ഇത്രയൊന്നുമില്ല, 2 ഉണക്ക ബണ്ണും 2 ലെറ്റ്യൂസും വെച്ചതിന് 100 രൂപയോ, 50 രൂപ തരാൻ പറ്റുള്ളൂ എന്ന് ഹീറോയിനും പറയും. വാട്ടർ ബില്ല് കറന്റ് ബില്ല് 50% നീ തന്നെ തരണം. കൂടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഏതെങ്കിലും ഫുഡ് നിന്റെ വായിൽ വെച്ചാല് അത് വയറ്റിനുള്ളിൽ എത്തുന്നതിന് മുമ്പ് ഈ ജാറിനുള്ളിൽ അതിന്റെ ക്യാഷ് വീണിരിക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറെ റൂൾസുകൾ അവൻ ഇട്ടിട്ട് പോകുന്നുണ്ട്. അവസാനം എന്റെ ഹാൻസം ഫേസ് കണ്ട് നീ ഒരിക്കലും ലവില് വീഴാൻ പാടില്ലെന്ന് വരെ പറഞ്ഞു കളയും. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ മോന്തയ്ക്ക് ഞാൻ വളരെ കൂടുതലാണെന്ന് ഹീറോയിൻ അവനെ അപമാനിച്ച് വിടുവാണ്. നെക്സ്റ്റ് ഡേ ഹീറോയിനും വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നതും ഹീറോ ടീഷർട്ട് ഊരി പാതി നേക്കഡ് ആയിട്ട് നിൽക്കുന്നു. അവന്റെ 6 പാക്ക് ബോഡി കണ്ണെടുക്കാതെ അവൾ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് റിയലൈസ് ചെയ്ത അവളും തിരിഞ്ഞു നിന്ന് സോറി എന്ന് പറയും. അതിന് ഞാൻ എന്ത് കാണിച്ചിട്ടാ ഇവള് സോറി പറയുന്നത് എന്ന പോലെയാണ് കൂളായിട്ട് അവൻ നിൽക്കുന്നത്. ഹീറോയിൻ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പതിയെ അടുത്തേക്ക് വന്ന് അടുത്തിരിക്കുന്ന ടവൽ എടുത്തിട്ട് ബാത്റൂമിലേക്ക് ഓടിക്കളയും. ഹീറോയിൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരികെ വന്നതും ഹീറോ പറയും, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ബെഡിലാണോ കിടക്കാൻ പോകുന്നത്? എനിക്കാണെങ്കിൽ ആരുടെ ഒപ്പം കിടന്ന് ശീലമില്ല, രാത്രി അറിയാതെയോ മറ്റോ എന്റെ കൈ നിന്റെ മേലെ വന്ന് എന്ന് പറഞ്ഞു വന്നതും ഹീറോയിൻ സാരമില്ല ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് പറയും. വേണ്ട വേണ്ട നീ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് ഹീറോ പറയുമെന്ന് പ്രതീക്ഷിച്ചാല് ശരിയെന്നാ ഞാൻ ബെഡിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് പായുവാണ്. ഒരു പാവം പെണ്ണിനെ സോഫയിൽ കിടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു മനസാക്ഷി പോലും ഈ കാലമാടനില്ലെന്ന് പറഞ്ഞ് മനസ്സിലവനെ നിറയെ തെറി പറയുന്നുണ്ട് അവള്. പിന്നീട് ഹീറോയിന് സുഖമായിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ ഇവളുടെ പിച്ചും പയ്യും കേട്ടിട്ട് ഉറക്കം മൊത്തം പോയത് നമ്മുടെ ഹീറോയ്ക്കാണ്. പാവ ചെവിയിലേക്ക് കുത്തിക്കേറ്റുന്നു, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. ലാസ്റ്റ് ഹെഡ്ഫോൺ എടുത്ത് കാതിൽ വെച്ചതുമാണ് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നത്. അതിനുള്ളിൽ രാവിലെ ആയി. രാത്രി മുഴുക്കെ ഹീറോയിൻ കഥ പറയുന്നത് കേട്ട് ഉറങ്ങാൻ പറ്റാതെ രാവിലെ ആയതും അലാറം ഓഫ് ചെയ്ത് കുറച്ചു നേരം സുഖമായിട്ട് കിടക്കാമെന്ന് കരുതി ഹീറോ ഉറങ്ങാൻ തുടങ്ങി. ഹീറോയിൻ നേരെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് പാതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഹീറോ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയാലേ ലിയ കുളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതുപോലും ശ്രദ്ധിക്കാതെ ഹീറോ അകത്തേക്ക് കടന്നതും ഇവനെ കണ്ട് അവൾ അലറാൻ തുടങ്ങി. അവൻ ഇവളെ കണ്ടതും നിനക്കെന്താടി ബോധമില്ലേ, കഥ കടച്ച് കുളിക്കാനുള്ള കോമൺ സെൻസ് പോലും നിനക്കില്ലേ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞതും കഥക് തട്ടി ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും നിനക്കില്ലേ എന്ന് അവള് തിരികെ ചോദിക്കും. വായടഞ്ഞു പോയ ഹീറോയും ശരി സോറി എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും താഴെ വെച്ചിരുന്ന സോപ്പ് പെട്ടിയിൽ കാല് വെച്ച് വഴുതി കുണ്ടിയും കുത്തി ഒരൊറ്റ വീഴ്ച. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് അവൻ ദേഷ്യത്തിൽ അലറാൻ തുടങ്ങിയതും ഞാനാത് അവിടെ കൊണ്ടുവച്ചതെന്ന് ഹീറോയിനും പേടിച്ചിട്ടേ പറയുവാണ്. എന്താടി നിന്റെ ഉദ്ദേശം, നീ എന്നെ കൊല്ലാൻ നോക്കിയതാണോ? ഇതാ കുളിച്ചിട്ട് ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് കപ്പ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡാമേജ് ആയ ബട്ട് തിരുമിയിട്ട് ഹീറോ ഇറങ്ങിപ്പോയി. ഇവളും കൺഫ്യൂസ്ഡ് ആയിട്ട് അവൻ മനഃപൂർവ്വം വന്നതായിരിക്കോ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടേ കുളിക്കാൻ പോയി. ഹീറോ വർക്കിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരുമ്പോ കിച്ചണിൽ എന്തോ നാറ്റം വരുന്നുണ്ട്. എന്താന്ന് ചെന്ന് നോക്കിയാലേ ഹീറോയിൻ പാട്ട് പാടിയിട്ട് ഉണക്കമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എടി ദുഷ്ടി, നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? കുറച്ചു നേരെങ്കിലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാതെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കും. അവൾ ആ നാറ്റം വരുന്ന ഉണക്കമീൻ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ വഴക്കും പറയുന്നുണ്ട്.
ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇവിടുത്തെ മാർക്കറ്റിൽ ഒന്നും ഇത് കിട്ടില്ല. ഒരമ്മച്ചി വഴിയോരത്ത് വിൽക്കുന്നത് കണ്ട് കൊതിയായി 1 മാസത്തേക്കുള്ളത് വാങ്ങി ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതിയാല് നീ എന്താ ഇത് കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നേ? ഓ, നിനക്ക് തരില്ലെന്ന് കരുതിയാണോ? നീ എന്നോട് ചെയ്യുന്നത് പോലെയൊന്നും ഞാൻ തിരികെ ചെയ്യില്ല. നിനക്ക് ഇത് കഴിക്കാമെന്ന് അവള് പറഞ്ഞതും ഇതൊന്നും ഇവിടെ കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ പിന്നെയും ചീത്ത പറയും. അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ളില് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. തുറന്നാല് ബിൽഡിംഗ് മാനേജർ വന്ന് എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ ബിൽഡിംഗ് മുഴുക്കി നാറ്റിക്കാൻ പോകുവാണോ എന്ന് ചോദിക്കും. ഹീറോയിനും ഒന്നും ചെയ്യാത്ത പാവത്തെ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോ, സോറി സാർ, എന്റെ വൈഫ് പുതിയതായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇനി ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇനി ഇങ്ങനത്തെ വൃത്തികെട്ട ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ വല്ല കാട്ടിലും കൊണ്ടുപോയി ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇനി ഈ വീട്ടിലെ ഇങ്ങനത്തെയുള്ള ഫുഡ് കൊണ്ടുവന്ന് കുക്ക് ചെയ്താലുണ്ടല്ലോ, നീയും നിന്റെ പെട്ടിയും ഇനി വീടിന് പുറത്തായിരിക്കുമെന്ന് പറഞ്ഞ് രാത്രി മുഴുക്കി ഉറക്കാതെ ടോർച്ചർ ചെയ്തതിന് രാവിലെ തന്നെ ബട്ടക്സ് ഡാമേജ് ആക്കിയതിനും ചേർത്ത് വായിൽ വരുന്നതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ നേരെ സമാധാനത്തിൽ ജോലിക്കും പോയി. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോ ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.